വെൽക്കം മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണല്ലോ വാട്സപ്പ്. ഈ വാട്സപ്പിൽ ഇപ്പോൾ അടുത്തായിട്ട് വന്നിട്ടുള്ള 3 പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ വാട്സപ്പിൽ നമ്മുടെ സ്റ്റിക്കർ, നമ്മുടെ ഫോട്ടോ വെച്ചിട്ട് നമ്മൾ എങ്ങനെ സ്റ്റിക്കർ മേക്ക് ചെയ്യുക എന്നുള്ളതും കൂടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ഫോട്ടോ വെച്ചിട്ട് സ്റ്റിക്കർ എങ്ങനെ മേക്ക് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് സ്റ്റിക്കർ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ ആ ആപ്ലിക്കേഷൻ ഏതെന്ന് നോക്കാം. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുണ്ടാവും ടോപ്പ് സ്റ്റിക്കർ മേക്കർ സ്റ്റുഡിയോ. ഈ ആപ്ലിക്കേഷനാണ് ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നത്. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിൽ നമ്മൾ സ്റ്റിക്കർ മേക്ക് ചെയ്തിട്ട് ശേഷമാണ് നമ്മൾ വാട്സപ്പിലേക്ക് ചെയ്യുന്നത്. അത് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ ടോപ്പ് സ്റ്റിക്കർ മേക്കർ സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, ഇത് ഈ ആപ്ലിക്കേഷൻ മാത്രമല്ല, ഒരുപാട് ആപ്ലിക്കേഷനുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ ഇതിൽ നിന്ന് എടുക്കാം. ഒരുപാട് വെറൈറ്റി ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് ടോപ്പ് സ്റ്റിക്കർ മേക്കർ സ്റ്റുഡിയോ ആണ്. ഇത് നല്ലൊരു ആപ്ലിക്കേഷനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇത് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ഇപ്പോൾ ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് നമ്മൾ അവിടെ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ റെഡ് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ഈ ആപ്ലിക്കേഷനാണ് നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്തത്. ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്ത് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു സ്ക്രീനാണ് വരിക. ഇതിൻ്റെ ഏറ്റവും നിങ്ങൾ താഴെ ഞാൻ റെഡ് മാർക്കിൽ നിങ്ങൾ റൗണ്ട് ചെയ്ത് കണ്ടല്ലോ, അവിടെ ഒരു ക്രിയേറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ, ഈ പ്ലസ് മാർക്ക് നമ്മൾ പ്രസ് ചെയ്യുക. ഇത് പ്രസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു സ്ക്രീൻ വരും. ഈ സ്ക്രീനിൽ നമ്മൾ ജസ്റ്റ് ഒരു നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഒരു നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങളെ പേരോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിക്കറിന് എന്ത് പേരാണോ കൊടുക്കേണ്ടത് ആ പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാനിവിടെ ജസ്റ്റ് ട്രാവൽ വിത്ത് ജസ്ലിം എന്നുള്ള നെയിം കൊടുത്ത് അതിൻ്റെ താഴെ നിങ്ങൾക്ക് കാണാം പ്രൈവറ്റ്, പബ്ലിക്, ഈ 2 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ജസ്റ്റ് നമുക്ക് നെയിം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പ്രൈവറ്റിൽ ക്ലിക്ക് ചെയ്യാം. പ്രൈവറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടില്ല 2 ഓപ്ഷൻ വന്നത്, പ്രൈവറ്റ് ആൻഡ് പബ്ലിക്. അതിൽ നമ്മൾ പബ്ലിക് എടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ നെയിം, ഇമെയിൽ അഡ്രസ്സ് ഇതൊക്കെ നമ്മൾ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇത് നമ്മൾ പ്രൈവസിക്ക് വേണ്ടിയാണ് ചോദിക്കുന്നത് എന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പബ്ലിക്കിന് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി. നമുക്ക് പ്രൈവറ്റായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു സ്റ്റിക്കറാണെന്നുണ്ടെങ്കിൽ പ്രൈവറ്റിൽ ഇട്ടിട്ട് നമുക്ക് സ്റ്റിക്കർ മേക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ വന്നു. ഇനി നമ്മൾ ആഡ് സ്റ്റിക്കർ, ഒരു ഗ്രീൻ കളറിലെ പ്ലസ് മാർക്കാണ്. അപ്പോൾ നമ്മളത് പ്രസ് ചെയ്ത് ഒന്നും കൂടി കാണിക്കാം. ഈ റെഡ് മാർക്കിലുള്ള ക്രിയേറ്റ് ആദ്യം പ്രസ് ചെയ്യുക. ക്രിയേറ്റ് പ്രസ് ചെയ്യുമ്പോൾ ഒരു ഗ്രീൻ കളറിലെ പ്ലസ് ബട്ടൺ വരും. ഈ പ്ലസ് ബട്ടണും കൂടി നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആഡ് സ്റ്റിക്കർ. ഓക്കെ, നമ്മൾ നേരത്തെ കൊടുത്ത നെയിം ഇവിടുന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി നമുക്ക് നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് നെയിം ടൈപ്പ് ചെയ്തു. ഇനി ആഡ് സ്റ്റിക്കർ കൊടുക്കുമ്പോൾ ഇങ്ങനെയാണ് വരിക. ടേക്ക് ഫോട്ടോ, ആഡ് ഫ്രം ഫോട്ടോസ്, സെർച്ച് ദ ഇൻ്റർനെറ്റ്. ഈ 3 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഫോട്ടോസ് എടുത്തിട്ട് ചെയ്യാം. എന്നാൽ നമ്മുടെ ലൈബ്രറിയിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ ലൈബ്രറിയിൽ പോയിട്ട് എടുക്കാം. ഇപ്പോൾ ഞാൻ എൻ്റെ ഫോണിലുള്ള ഫോട്ടോസ് എന്നാണ് ഒന്ന് സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനൊരു ക്യാറ്റിൻ്റെ ഫോട്ടോ സെലക്ട് ചെയ്തു. ഈ ഫോട്ടോ വെച്ചിട്ട് നമുക്ക് എങ്ങനെ സ്റ്റിക്കർ ഉണ്ടാക്കാമെന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ഇതിൽ 4 ഓപ്ഷനാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇറേസർ, മാജിക് വോണ്ട്, ടെക്സ്റ്റ്, ബോർഡർ. ഈ 4 ഓപ്ഷനുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റിക്കർ ആദ്യം നമ്മൾ ഇതിലേക്ക് ഓപ്പൺ ചെയ്തു. ജസ്റ്റ് നമുക്ക് മൂവ് ചെയ്യാം. സൂം ഔട്ട്, സൂം ഇൻ ഇതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ സൗകര്യത്തിനനുസരിച്ച് സൂം ഔട്ടും സൂം ഇന്നൊക്കെ ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇപ്പോൾ ഞാൻ പ്രസ് ചെയ്തത് നിങ്ങൾക്ക് കാണാം. ഇതിൽ 2ാമത്തെ ഓപ്ഷൻ മാജിക് വോണ്ട്. പെട്ടെന്ന് നമുക്ക് സ്റ്റിക്കറായിട്ട് മേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ മാജിക് വോണ്ട് എന്നുള്ളത് പ്രസ് ചെയ്താൽ മതി. അത് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സ്ക്രീൻ വരും. ഓക്കെ, ഈ സ്ക്രീൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സൂം ഇൻ, സൂം ഔട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ക്രോപ്പ് ചെയ്യണമെങ്കിൽ ക്രോപ്പ് ചെയ്യാം. ക്രോപ്പ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഭാഗം ക്രോപ്പ് ചെയ്തിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ,
ഇപ്പോൾ നമ്മൾ ക്രോപ്പ് ചെയ്ത് ഡൺ ചെയ്തു. ഡൺ ചെയ്യുമ്പോൾ ഇത് നോർമലി ഇതിലേക്ക് ആഡായി. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇതിൽ 3 സ്റ്റിക്കറാണ് ഇതിൽ സെലക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ ഒരു ഓപ്ഷനും കൂടി ഉണ്ട്, നമുക്ക് കോപ്പി ടു എഡിറ്റ് പ്രിവ്യൂ. നമ്മൾ ചെയ്തതൊന്ന് കാണുന്നുണ്ടെങ്കിൽ, അതായത് വാട്സപ്പിൽ നമ്മൾ സെൻഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരിക എന്നുള്ളത് കാണുന്നുള്ള ഒരു ഓപ്ഷനാണ് ഇത്. കണ്ടോ, നമ്മളിപ്പോൾ വാട്സപ്പ് വഴി സെൻഡ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇതുപോലെയാണ് നമുക്ക് കാണാൻ കഴിയുക. ഓക്കെ, അത് ജസ്റ്റ് പ്രിവ്യൂ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കാണാൻ കഴിയും. ഓക്കെ, നമ്മൾ ബാക്ക് അടിച്ചു. ഇനി നമ്മൾ സ്റ്റിക്കർ വീണ്ടും ആഡ് ചെയ്യണം. കാരണം നമ്മൾ ഇനിയും സ്റ്റിക്കർ ആഡ് ചെയ്യുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ, വാട്സപ്പിൽ നമ്മൾ ഈ സ്റ്റിക്കർ കൊണ്ട് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മിനിമം 3 സ്റ്റിക്കറെങ്കിലും വേണം. 3 സ്റ്റിക്കർ മിനിമം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വാട്സപ്പിൽ സേവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ടാമത്തെ എടുത്തു. ഞാൻ ജസ്റ്റ് എൻ്റെ ഫോട്ടോ ഇതിലേക്ക് വന്നു. നമ്മൾ ആ മാജിക് വോണ്ട് പ്രസ് ചെയ്തു. മാജിക് വോണ്ട് പ്രസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ റിമൂവ് ചെയ്ത്. ഓക്കെ, പിന്നെ ഇങ്ങനെ കിട്ടും. ഇങ്ങനെ നമ്മൾ ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. നമുക്ക് ക്രോപ്പ് ചെയ്ത് മൂവ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് സൂം ഔട്ടാണെങ്കിൽ സൂം ഇൻ ചെയ്യുക, സൂം ഔട്ട് ചെയ്യുകയാണെങ്കിൽ സൂം ഔട്ട് ചെയ്ത് നമുക്ക് എങ്ങനെയാണ് വേണ്ടത് അതുപോലെ നമ്മൾ ജസ്റ്റ് ക്രോപ്പ് ചെയ്ത് വെക്കാം. ഓക്കെ, ക്രോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മേലെ നിങ്ങൾക്ക് കാണാം ഡൺ ബട്ടൺ പ്രസ് ചെയ്തു. ഇതിലേക്ക് രണ്ടാമത്തെ പിക്ചറും ആഡായി. ഇനി നമുക്ക് ഒരു പിക്ചറും കൂടി വേണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആഡ് സ്റ്റിക്കർ എടുത്ത് ഗാലറിയിൽ പോയി ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത്, ഇനി നമ്മൾ 2 ഫോട്ടോസ് ഉള്ളതാണ് സെലക്ട് ചെയ്തത്. ഓക്കെ, ഇത് നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതിലൊരു ഓപ്ഷൻ നിങ്ങൾ ആദ്യം കണ്ട് ഇറേസർ. ഇതിൽ നമുക്ക് ഈ 2 ഉള്ള പിക്ചറിൽ നിന്ന് നമുക്ക് ഒറ്റ പിക്ചറാണ് നമുക്ക് സ്റ്റിക്കറായിട്ട് വേണ്ടത് എന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാൻ നോക്കാം. നമ്മൾ ഇറേസറിന് കണ്ടല്ലോ, ആദ്യം നമ്മൾ ഫസ്റ്റ് ഇറേസർ എടുത്തു. ഇറേസറിൻ്റെ വലുപ്പം സെലക്ട് ചെയ്യാനുള്ളത് നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിൽ ഇറേസർ സെറ്റ് ചെയ്യുക. ശേഷം നമ്മൾ ജസ്റ്റ് നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗം മൂവ് ചെയ്യുക. ഇങ്ങനെ മൂവ് ചെയ്ത് കൊടുത്ത് റിമൂവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൽ ഒരു പിക്ചർ റിമൂവ് ചെയ്യാണ്. എനിക്കൊരു സ്റ്റിക്കർ മാത്രം, ഇപ്പോൾ ഇതിൽ 2 പിക്ചറുള്ളത് ഒരു സ്റ്റിക്കറും ഒരാളത് മാത്രം മതി, ഒരു പിക്ചർ മാത്രം മതി. അപ്പോൾ ഞാൻ ഫസ്റ്റ് പിക്ചർ ഞാൻ റിമൂവ് ചെയ്യാണ് ഇറേസർ ഉപയോഗിച്ചിട്ട്. ഓക്കെ, ഇങ്ങനെ നമ്മൾ കറക്റ്റ്, ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കുന്നതായതുകൊണ്ട് അത്ര പെർഫെക്ഷനിലൊന്നുമല്ല ചെയ്യുന്നത്. നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധിച്ച് പെർഫെക്റ്റിൽ ചെയ്താൽ നല്ല വൃത്തിയിൽ നമുക്ക് സ്റ്റിക്കർ ഉണ്ടാക്കാൻ കഴിയും. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് വലുപ്പം കൂട്ടി ജസ്റ്റ് അത് ബാക്കി ഭാഗങ്ങളൊക്കെ റിമൂവ് ചെയ്യാം. ഓക്കെ, കുറച്ചും കൂടി ശ്രദ്ധിച്ച് ചെയ്യാമെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്ഷനിൽ നമുക്ക് സ്റ്റിക്കർ കിട്ടും. ഓക്കെ, നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ നമ്മൾ എറേസ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, അതിനുശേഷം നിങ്ങൾ നമ്മൾ എറേസർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ താഴെ ഒരു ടിക്ക് മാർക്ക് ഉണ്ട്, ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇനി ഞാനിത് ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യാൻ പോവാണ്. ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്ത് നമ്മൾ ഫസ്റ്റ് പേജിലേക്ക് വന്നു. ഇനി നമുക്ക് ഇതിൽ ക്രോപ്പ് ചെയ്യാം. ക്രോപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇന്നും സൂം ഔട്ടും ചെയ്ത് ക്രോപ്പ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ക്രോപ്പ് ചെയ്യാണ്. ഞാൻ ഇത്ര ഭാഗം ക്രോപ്പ് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ ഡൺ ചെയ്തു. അപ്പോൾ നമുക്ക് 3 സ്റ്റിക്കർ ഇപ്പോൾ ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, 3 സ്റ്റിക്കർ നമ്മളിപ്പോൾ ആഡ് ആയിട്ടുണ്ട്. ഈ 3 സ്റ്റിക്കറാണ് വേണ്ടത്. ഒക്കെ ഞാനൊരു സേഫ്റ്റിക്ക് വേണ്ടി ഒന്നും കൂടി ഞാൻ ഓപ്പൺ ആവാതിരിക്കണ്ട എന്നുള്ള നിലയിൽ ഒന്നും കൂടി ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നു, ഒരു സ്റ്റിക്കറും കൂടി. ജസ്റ്റ് സ്റ്റിക്കർ വെച്ച് മാജിക് കൊണ്ട് പ്രസ് ചെയ്തു. ഓക്കെ, ഡൺ പ്രസ് ചെയ്തു. ഞാനിപ്പോൾ ഇറേസ് ചെയ്യണം. ഇറേസർ എടുത്തു, ജസ്റ്റ് ഇറേസ് ചെയ്തു. കുറച്ച് സ്പീഡിൽ ഞാൻ കാണിക്കാം. ഇറേസ് ചെയ്തു. ഓക്കെ, ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ, ക്യാറ്റിൻ്റെ ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ ഞാൻ ഇറേസ് ചെയ്ത് കളഞ്ഞു. ഇത്ര ഭാഗം എനിക്ക് മതി. ഓക്കെ, ടിക്ക് മാർക്ക് പ്രസ് ചെയ്യുക, ഡൺ ചെയ്യുക. ഇനി ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. നമ്മൾ ക്രോപ്പ് ചെയ്യുന്ന സമയത്ത് സൂം ചെയ്ത് വെക്കാം. സൂം ഇൻ കൊടുത്ത് നമ്മൾക്ക് ആവശ്യമുള്ളതിൽ സെറ്റ് ചെയ്യാം. ഓക്കെ കൊടുത്തു. ഇപ്പോൾ 3 സ്റ്റിക്കർ നിങ്ങൾക്ക് കാണാം, 3 സ്റ്റിക്കർ സെലക്റ്റായി.
ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇനി നമ്മൾ മേലുള്ള സേവ് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് സെൻഡ് സ്റ്റിക്കർ എന്ന് കാണും. ഈ സെൻഡ് സ്റ്റിക്കർ നമ്മൾ ക്ലിക്ക് ചെയ്യുക. കൊടുക്കുക. സെൻഡ് ടു വാട്സപ്പ് കൊടുക്കുമ്പോൾ വാട്സപ്പ് പേജ് നമ്മളത് ഓപ്പൺ ആവും. ഇമ്പോർട്ട് ടു സ്റ്റിക്കർ, ഇപ്പോൾ ഓൾറെഡി ഇമ്പോർട്ട് ചെയ്ത് സ്റ്റിക്കർ, എന്നിട്ട് സേവ് അമർത്തുക. സേവ് ചെയ്തു. ഓക്കെ, ഇനി സേവ് ചെയ്ത് ഇനി നമുക്ക് നമ്മളെ വാട്സപ്പ് പേജ് ഓപ്പൺ ചെയ്യാം. വാട്സപ്പ് പേജ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ടെക്സ്റ്റ് മെസ്സേജ് ടൈപ്പ് ചെയ്യണം. തൊട്ടടുത്തായിട്ട് നിങ്ങൾക്ക് കാണാം സ്റ്റിക്കറിൻ്റെ ഓപ്ഷൻ. അത് ജസ്റ്റ് ആ സ്റ്റിക്കറിൻ്റെ അവിടെ പ്രസ് ചെയ്യാം. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ഞാനൊരു വാട്സപ്പ് ജസ്റ്റ് ഓപ്പൺ ചെയ്യാം, വാട്സപ്പ് പേജ്. ഓക്കെ, ഈ വാട്സപ്പ് പേജ് ഓപ്പൺ ചെയ്ത് നമ്മൾ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുന്ന ഭാഗത്തുള്ള സ്റ്റിക്കറിൻ്റെ ഓപ്ഷൻ ഉണ്ടോ, ഞാൻ സെലക്ട് ചെയ്തപ്പോൾ ഇതിൻ്റെ താഴെ നമ്മൾ വന്ന ക്യാറ്റിൻ്റെ പിക്ചർ ഉണ്ടോ, ജസ്റ്റ് ആ ക്യാറ്റിൻ്റെ പിക്ചറിന് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത 3 പിക്ചർ നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, ഈ 3 പിക്ചർ നമ്മൾ നേരത്തെ മേക്ക് ചെയ്തതാണ്. ഓക്കെ, ഈ 3 പിക്ചർ നമുക്ക് കാണാം. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യുക, സെൻഡ് ആവും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ സ്റ്റിക്കർ മേക്ക് ചെയ്യാൻ കഴിയും. ഓക്കെ, ഞാൻ ഇനി കാണിച്ചു തരാം ജസ്റ്റ്. ഓക്കെ, ഞാനിപ്പോൾ ഒരു പിക്ചർ സെൻഡ് ചെയ്തുണ്ടോ, ഇനി അടുത്ത് സെൻഡ് ചെയ്തു. ഓക്കെ, ഇതുപോലെ നമുക്ക് വാട്സപ്പിൽ സെൻഡ് ചെയ്യാൻ കഴിയും. ഓക്കെ, വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ സ്റ്റിക്കർ മേക്കർ ഉപയോഗിച്ചിട്ട് നമ്മുടെ പിക്ചർ വെച്ചിട്ട് വേറെ പിക്ചറുകളൊക്കെ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് സ്റ്റിക്കർ മേക്ക് ചെയ്യാൻ കഴിയും. ഇനി നമുക്ക് വാട്സപ്പിലെ 3 അപ്ഡേഷൻ വന്നിട്ടുണ്ടല്ലോ. ഈ 3 പുതിയ അപ്ഡേഷനുകൾ ഏതൊക്കെയെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വാട്സപ്പ് പേജ് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ഞാൻ 2 വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണിച്ചു തരാം. ഇതിൽ നിങ്ങൾ മേലത്തെ വീഡിയോയും താഴത്തെ വീഡിയോയും ശ്രദ്ധിക്കുക. മേലെയുള്ള വീഡിയോയിൽ ഷെയർ ചെയ്യുന്ന ആ ആരോ മാർക്ക് കണ്ടില്ലേ, അതിൽ 2 ആരോ മാർക്ക് വന്നിട്ടുണ്ട്. താഴെയുള്ളതിൽ 1 ആരോ മാർക്കാണ് ഉള്ളത്. ഇതിൽ 2 ആരോ മാർക്ക് വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി ഒരാൾക്ക് മാത്രമേ ഇത് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഇത് 5-ൽ കൂടുതൽ ആളുകളിൽ നിന്ന് ഷെയർ ചെയ്തിട്ടാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് ഈ വീഡിയോ ഒരാൾക്ക് നമുക്ക് ഷെയർ ചെയ്യാൻ കഴിയുള്ളൂ. മുമ്പാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വീഡിയോ നമുക്കൊരു 5 പേർക്ക് നമുക്ക് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു ഒരേ സമയം. ഓക്കെ, ഇത് നമുക്ക് ഒറ്റ ആൾക്കേ ഷെയർ ചെയ്യാൻ കഴിയുള്ളൂ. ആ 2 ആരോ മാർക്കാണ് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒരാൾക്ക് മാത്രമേ ഷെയർ ചെയ്യാൻ കഴിയുള്ളൂ. ഇതാണ് ഒരു അപ്ഡേഷൻ വാട്സപ്പിൽ വന്നിട്ടുള്ളത്. ഇതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് ഡാറ്റ കുറക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിനായിട്ട് വാട്സപ്പിൻ്റെ ഉദ്ദേശം. കാരണം എന്താ വെച്ചാൽ ഇപ്പോഴത്തെ കോവിഡൊക്കെ ആയ കാലത്ത് എല്ലാവരും വീട്ടിൽ ഇരുന്നിട്ടും റൂമുകളിൽ ഇരുന്നിട്ടൊക്കെ വാട്സപ്പ് ഉപയോഗം ഇൻ്റർനെറ്റ് ഉപയോഗം കൂടിയ സമയത്ത് ഡാറ്റയുടെ ഉപയോഗം കുറച്ച് കൊണ്ടുവരിക എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് വാട്സപ്പ് ഈ അപ്ഡേഷൻ കൊണ്ടുവന്നത് എന്ന് വിചാരിക്കുന്നു. ഇത് ചിലപ്പം ഈ കോവിഡിൻ്റെ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഭവം എടുത്ത് കളയുമായിരിക്കും. അത് നമുക്കറിയില്ല, അത് വാട്സപ്പിൻ്റെ ഇതിൽപ്പെട്ടതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു അപ്ഡേഷനാണ് നമുക്ക് വന്നിട്ടുള്ളത് വാട്സപ്പിൽ ഒരു അപ്ഡേഷൻ. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ അപ്ഡേഷൻ നോക്കാം. അപ്പോൾ നമുക്കിനി രണ്ടാമത്തെ അപ്ഡേഷൻ എന്താണെന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും, നമ്മൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുന്ന സമയത്ത് മുന്നേ നമുക്ക് സ്റ്റാറ്റസ് 13 സെക്കൻഡ് നമുക്ക് ഇടാൻ കഴിയുമായിരുന്നു ഒരു സമയം. ഇപ്പോൾ നമുക്ക് അത് 15 സെക്കൻഡാക്കി ചുരുക്കിയിരിക്കുന്നു. കാരണം ഒരു സമയത്ത് നമുക്ക് 15 സെക്കൻഡുള്ള സ്റ്റാറ്റസേ ഇടാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ടേ ഇടാൻ പറ്റുള്ളൂ. മുന്നേ നമ്മൾ 30 സെക്കൻഡ് ആയിട്ട് നമുക്ക് ഇടാൻ കഴിയുമായിരുന്നു. അതും വാട്സപ്പ് കൊണ്ടുവന്നിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡാറ്റൻ്റെ ഉപയോഗം കുറക്കുക എന്നുള്ളത് കൊണ്ടാണ്. ഇതൊക്കെ ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിലുള്ള അപ്ഡേഷനാവാനാണ് സാധ്യത. ഇനി നമുക്ക് മൂന്നാമത്തെ, അതായത് തേർഡ് അപ്ഡേഷൻ എന്താണെന്ന് വാട്സപ്പിൻ്റെ നോക്കാം. തേർഡ് അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രൂപ്പ് കോളാണ്. നമ്മൾ ഗ്രൂപ്പ് കോൾ ചെയ്യുന്ന സമയത്ത് മുന്നേ നമുക്ക് ഒരാൾക്ക് ടിക്ക് ചെയ്തിട്ട് ഒരാൾക്ക് ഒരു സമയത്ത് വിളിക്കാനേ കഴിയുന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നമുക്ക് 3-5 പേർക്ക് വിളിക്കാൻ വേണ്ടി സാധിക്കും. വാട്സപ്പിൽ ഗ്രൂപ്പ് കോൾ ചെയ്യാൻ സാധിക്കും. അതും ഇപ്പോൾ ഈ ഒരു കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ വന്ന അപ്ഡേഷൻ ആവാനാണ് സാധ്യത. കാരണം അതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേഷനുകളാണ് എല്ലാം. ഓക്കെ, ഇനി നമ്മൾ വാട്സപ്പ് കൊണ്ടുവരാൻ പോകുന്ന ഒരു പുതിയ അപ്ഡേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യുന്ന വീഡിയോകൾ, പിക്ചറുകൾ, ഇതൊക്കെ ഏത് സോഴ്സിൽ നിന്നാണ് ആദ്യം നമുക്ക് ഷെയർ ചെയ്ത് വന്നത് എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയും. ഇതാദ്യം കൊണ്ടുവരുന്നത് നമുക്ക് ഐഫോണിൽ മാത്രമാണ് ഈ ഫെസിലിറ്റി ആദ്യം വരുന്നത്. അപ്പോൾ ഐഫോൺ ബീറ്റ വേർഷനിൽ മാത്രമാണ് അത് നമുക്ക് ലഭിക്കുക. അത് ചില ഫോണുകളിലൊക്കെ ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഓക്കെ, ഈ അപ്ഡേഷനാണ് ഇനി ലേറ്റസ്റ്റ് വരാനുള്ള ഒരു അപ്ഡേഷൻ.
അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.